കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 13ാം ദിവസവും പുരോഗമിക്കുന്നു. ഗംഗാവലി പുഴയിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് തിരച്ചിൽ നടത്തും. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ ഇനിയും തുടരണോ വേണ്ടയോ എന്നതിൽ ഇന്ന് നിർണായക തീരുമാനം ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ. ദൗത്യത്തിൻ്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിക്കും. ഉടുപ്പിയിലെ അക്വാമാൻ എന്ന് വിളിക്കുന്ന ഈശ്വർ മാൽപ്പെ 9 തവണ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിന് അടുത്തേക്കെത്താൻ സാധിച്ചിട്ടില്ല. 3ാം തവണ നടത്തിയ ഡൈവിൽ ശരീരത്തിൽ കെട്ടിയ വടം പൊട്ടി മാൽപ്പയെ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. എന്നാൽ നാവികസേന സുരക്ഷിതമായി ഈശ്വർ മാൽപ്പയെ കരക്കെത്തിച്ചു. ലോറി ഇപ്പോൾ പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ട്. 300 മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറിയെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് ഇറങ്ങിയത് സ്വന്തം റിസ്കിലാണെന്ന് മാൽപ്പെ പറയുന്നു. തൻ്റെ ജീവൻ താൻ നോക്കിക്കോളാമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് മുമ്പാകെ ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് ഇയാൾ പുഴയിലിറങ്ങിയത്. നമ്മൾ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു കഥാപാത്രമാണ് നരൻ എന്ന സിനിമയിലെ മുള്ളൻകൊല്ലി വേലായുധൻ. പുഴയുടെ മകനായി ജീവിക്കുന്ന മോഹൻലാൽ നടത്തിയ പ്രകടനങ്ങൾ ആരും മറക്കില്ല. നരൻ സിനിമ വന്നിട്ട് 19 വർഷങ്ങളായിരിക്കുന്നു. എന്നാൽ 20 വർഷം മുൻപേ തുടങ്ങിയതാണ് ഗംഗാവലി പുഴയിൽ ഈശ്വർ മൽപ്പയുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ. മലവെള്ളം കുത്തി ഒഴുകുമ്പോൾ മാൽപ്പ ആ പുഴയിലേക്ക് എടുത്തുചാടുന്നത് വേലായുധനെ പോലെ തടി പിടിക്കാനല്ല, മീൻ പിടിക്കാനുമല്ല, മനുഷ്യജീവൻ രക്ഷിക്കാനാണ്. ഇപ്പോൾ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ കൃത്യമായി അറിയാത്ത ഒരിടത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ലോറിക്ക് വേണ്ടിയാണ് അയാൾ മുങ്ങിത്തപ്പുന്നത്. 20 വർഷം ഇതുവരെ അറബിക്കടലിൻ്റെയും ഉടുപ്പിയിലെ പുഴകളുടെയും കാണാക്കയങ്ങളിൽ നിന്നും മൽപ്പയെ രക്ഷിച്ചെടുത്തത് 20 പേരുടെ ജീവനാണ്. 200-ലേറെ മൃതശരീരങ്ങൾ വേറെയും അയാൾ കണ്ടെടുത്തിട്ടുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈശ്വർ മാൽപ്പെ ചെയ്യുന്നത്. അയാൾക്കിപ്പോൾ 45 വയസ്സായി. അടുത്ത കാലത്ത് നേടിയ സ്കൂബ ഡൈവിങ്ങിലെ പ്രത്യേക പരിശീലനം ഒഴികെ വേറെ ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഈശ്വർ മാൽപ്പെ ആഴക്കയങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് പണവും പ്രശസ്തിയും മോഹിച്ചുമല്ല. മാൽപ്പെ ബീച്ചിനടുത്ത് അമ്മയും ഭാര്യയും 3 മക്കളുമായാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ 3 മക്കളും ജന്മന ശാരീരിക പരിമിതിയുള്ളവരുമാണ്. വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായ അഭ്യർത്ഥനയും ഈശ്വർ മാൽപ്പെ തള്ളിക്കളയാറില്ല. 3 മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് വെള്ളത്തിനടിയിൽ തുടരാനുള്ള ശേഷിയാണ് മാൽപ്പയുടെ പ്രധാന കരുത്ത്. ഓക്സിജൻ കിറ്റ് പോലുമില്ലാതെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് ഈ കഴിവാണ്. വെറും കൈയുമായി വെള്ളത്തിലേക്ക് ഊളിയിട്ടിരുന്ന ഈശ്വർ മാൽപ്പെ ഇപ്പോൾ സംഭാവനയായി കിട്ടിയ 2 ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. 1.25 ലക്ഷം രൂപ വില വരുന്ന ഒരു ഓക്സിജൻ റീഫില്ലിംഗ് കിറ്റ് കൂടി കിട്ടിയാൽ തൻ്റെ സേവനം കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുത്താം എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഷിരൂരിലെ മുങ്ങിക്കിടക്കുന്ന ലോറിയുടെ അടുത്തെത്താനും അത് വീണ്ടെടുക്കാനും ഉടുപ്പിയുടെ മുള്ളൻകൊല്ലി വേലായുധന് കഴിയും എന്ന് തന്നെയാണ് കർണാടകയിലെ പോലീസും നേവിയും കരുതുന്നത്.